PSC പരീക്ഷയിൽ ലോഹങ്ങളും അലോഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ഇനി പീരീഡുകളുടെ എണ്ണം ആണെങ്കിലോ 7 ആണ്. അപ്പൊ ആധുനിക പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പുകളുടെ എണ്ണം 18, പീരീഡുകളുടെ എണ്ണം 7 ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് മൂലകങ്ങളെ രാസ ഭൗതിക സ്വഭാവങ്ങളിൽ മൂലകങ്ങൾ സമാനത പ്രകടിപ്പിക്കുന്നത് ഗ്രൂപ്പുകളിലാണെന്ന് മനസ്സിലാക്കും. മൂലകങ്ങൾ രാസ ഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നത് ഗ്രൂപ്പുകളിലാണ്. ഇനി ഇവിടെ നോക്കാം, ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതും ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതും ലോഹ സ്വഭാവം കൂടുന്നു, അതനുസരിച്ച് അലോഹ സ്വഭാവം കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മുകളിൽ താഴോട്ട് പോകുന്നതും ലോഹ സ്വഭാവം കൂടുന്നു, അലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി പീരീഡ് എടുക്കുകയാണെങ്കിൽ പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവമാണ് കൂടുന്നത്, മറിച്ച് ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം കൂടുന്നു, ലോഹ സ്വഭാവം കുറയുന്നു. മനസ്സിലായോ? അടുത്തത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ ഒഴികെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ ഒഴികെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ മെറ്റൽസ്. ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലെ ലോഹങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തേത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ ഒഴികെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി മൂലകങ്ങൾ എന്നും, ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൽക്കലൈൻ എർത്ത് മൂലകങ്ങൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആൽക്കലി മൂലകങ്ങൾ, അതിനുശേഷം ആൽക്കലൈൻ എർത്ത് മൂലകങ്ങൾ. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 3 മുതൽ 12 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ ലോഹങ്ങൾ എന്നാണ്. ഈ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് എന്താണ്? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷത അറിയപ്പെടുന്ന പേരാണ് മാലിബിലിറ്റി എന്നാണ്. ഇനി മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ ലോഹം ഏതാണ്? സ്വർണത്തിനാണ് മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഇനി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളായി മാറ്റാൻ കഴിയുന്ന സവിശേഷത അറിയപ്പെടുന്ന ഡക്റ്റിലിറ്റി. എന്താണ്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളായി മാറ്റാൻ കഴിയുന്ന സവിശേഷത അറിയപ്പെടുന്നത് ഡക്റ്റിലിറ്റി. ഈ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ടങ്സ്റ്റൻ ആണ്. അതായത് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ടങ്സ്റ്റൻ ലോഹം ഉപയോഗിക്കുന്നത് പ്രധാന കാരണം അതിന്റെ ഡക്റ്റിലിറ്റി കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഡക്റ്റിലിറ്റി കൂടുതലുള്ളത്? ഏതാണ്? ടങ്സ്റ്റൻ ആണ്. അപ്പൊ ഡക്റ്റിലിറ്റി എന്നാണെന്ന് മനസ്സിലായാലോ? ഇനി ഭൂരിഭാഗം ലോഹങ്ങൾ കാഠിന്യമുള്ളവയാണ്. എന്നാൽ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറഞ്ഞ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്നതും ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം ആണ്. ഓർത്തുവയ്ക്കുക.